സദാചാര ഗുണ്ടായുസങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തൊട്ടുമുമ്പ് കേരളത്തിലെ പോലീസിനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ സദാചാര ഗുണ്ടായുസം കാണിക്കുന്നത് ഒരു പോലീസുകാരനാണെങ്കിലോ, അല്ല പോലീസുകാരിയാണെങ്കിലോ, അതും പെൺകുട്ടിയുടെ അടുത്ത്. ഉത്തർപ്രദേശിലെ മൗനത്ത് ഭഞ്ജൻ അഥവാ മൗ ജില്ല, അവിടുത്തെ ശീതളമാതാ ക്ഷേത്ര പരിസരമാണ് ഈ സംഭവം നടക്കുന്നത്. ഘാസിപൂരിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനായി ഒരു സഹോദരനും സഹോദരിയും എത്തി. മറ്റൊരു പെൺകുട്ടി ഈ സഹോദരിയുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൗ വനിതാ പോലീസ് സ്റ്റേഷനിലെ SHO മഞ്ജു സിംഗ് അവിടെ ഒരു ഓവർ ആക്ടിംഗ് നടത്തുകയാണ്. ആ ഓവർ ആക്ടിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആക്ഷൻ ഹീറോയിൻ ആകാൻ പോയതാണ് ആ SHO. ആ പെൺകുട്ടിയോടും ആ സഹോദരനോടും, അതായത് സഹോദരനും സഹോദരിയുമാണ്, അവരോട് ഒരുപാട് ചോദ്യങ്ങൾ തുടരെ എറിയുകയാണ്. എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അവർ പറയുന്നു ഹരിദ്വാറിൽ നിന്നാണ്. ആരാ കൂടെയുള്ളത്? ഇതെന്റെ സഹോദരനാണ്. ആ പെൺകുട്ടി പറയുന്നു. മാതാപിതാക്കളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് SHO. ഫോൺ നമ്പറും തരാൻ പറയുകയാണ്. ഉടൻ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിക്കുന്നു. പിന്നീടാണ് അക്ഷരാർത്ഥത്തിൽ ആ പോലീസുകാർ ചമ്മുന്നത്. നമുക്ക് ആ ദൃശ്യം കാണാം. से। ये कौन है? भाई हैं, बात कराइए घर। हेलो, आप कौन बोल रहे हैं? तो अकेले क्यों छोड़ते हैं? घूम रही हैं यहाँ पर पार्क में, ये शीतला माता मंदिर में घूम रही हैं, क्यों लड़की यहाँ को छोड़ देते हैं अकेले? क्या नाम है? कोई लड़का है, क्या नाम है? उमेश पाल। कौन आपके लगते हैं? लड़का है तो गार्जियन भी कोई होना चाहिए। अरे तुम्हारा क्या नाम है जी? गुड़िया पाल। कौन है आपकी? लड़की है तो कम से कम गार्जियन भी होना चाहिए ना, अकेले मत छोड़ा करे। ഒരു സഹോദരന്റെയും ഒരു സഹോദരിയുടെയും സാഹചര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരം. പോലീസുകാരിയാകാം, അപ്പോൾ അവിടെ സംശയങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതിന് ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫോണിലെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അറിവോട് കൂടിയാണ് കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയത് എന്ന്. എന്നിട്ടും അവിടെ ഒരു പ്രസംഗമാണ് നിർത്താതെ. പെൺകുട്ടിയെ എന്തിന് ഒറ്റയ്ക്ക് ഇത്ര ദൂരം വിട്ടു? ഇങ്ങനെ മേലാൽ ഉണ്ടാവരുത് എന്നവർ താക്കീത് ചെയ്യുന്നു. അതായത് ആ പെൺകുട്ടി ഒരു പരിഭ്രമവും കൂടാതെ പറയുന്നുണ്ട് ഇതെൻ്റെ സഹോദരനാണ് എന്ന്. സഹോദരൻ പറയുന്നുണ്ട് എൻ്റെ സഹോദരിയാണ് എന്നുള്ളത്. പക്ഷേ മൂന്നാമത്തെ പെൺകുട്ടിയും ഇവരുടെ അറിവോടുകൂടി, പേരൻസിൻ്റെ അറിവോടുകൂടിയാണ് വന്നത് എന്നത് വ്യക്തമാണ്. അപ്പോഴും ആ പോലീസുകാരിക്ക് പക്ഷേ സംശയം തീരുന്നില്ല. അവരുടെ പേരൻസ്, അവരുടെ രക്ഷിതാക്കൾ അക്കാര്യം വിശദീകരിക്കുമ്പോഴും പ്രസംഗമാണ് പോലീസുകാരിയുടെ. कहाँ से आ रही हैं आप? से। ये कौन है? भाई हैं, बात कराइए घर। हेलो, आप कौन बोल रहे हैं? तो अकेले क्यों छोड़ते हैं? घूम रही हैं यहाँ पर पार्क में, ये शीतला माता मंदिर में घूम रही हैं, क्यों लड़की यहाँ को छोड़ देते हैं अकेले? क्या नाम है? कोई लड़का है, क्या नाम है? उमेश पाल। कौन आपके लगते हैं? लड़का है तो गार्जियन भी कोई होना चाहिए। अरे तुम्हारा क्या नाम है जी? गुड़िया पाल। कौन है आपकी? लड़की है तो कम से कम गार्जियन भी होना चाहिए ना, अकेले मत छोड़ा करे। പെൺകുട്ടിയാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാമോ എന്നുള്ളതാണ് ആ മാതാപിതാക്കളോട് ചോദിക്കുന്നത്. 2025 കാലഘട്ടം എന്നുകൂടി ഓർക്കണം. എന്താണെങ്കിലും SHO മഞ്ജു സിംഗിന്റെ പെരുമാറ്റം വലിയ തോതിൽ ചർച്ചയായി, വലിയ തോതിൽ അവർക്കെതിരെ വിമർശനം ഉയരുകയും ചെയ്തു. വനിതാ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള മിഷൻ ശക്തി ക്യാമ്പയിൻ, അത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തങ്ങൾ പോലീസിന്റെ പണി ചെയ്യുകയായിരുന്നു എന്നാണ് SHO മഞ്ജുവിന്റെ വാദം. പ്രായപൂർത്തിയാകാത്ത ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടു. അതിനാലാണ് ഈ പെൺകുട്ടിയെയും കൂട്ടുകാരെയും ചോദ്യം ചെയ്തത്. കൂടെ ഈ പയ്യനെയും കണ്ടു എന്നൊക്കെ വാദം ഉന്നയിച്ചു. പക്ഷേ പ്രതിഷേധം അത് കനത്തു. ഇതോടുകൂടി നടപടിയെടുക്കാൻ നിർബന്ധിതരായി മൗ SP. എന്താണെങ്കിലും അവരുടെ ആ പെരുമാറ്റത്തെ, ആ നടപടിയെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ये बिल्कुल अपराध नहीं है और SHO महिला ने कई बार मॉरल पुलिसिंग हमारी जो पुलिस कर्मी होते हैं करने लगते हैं और लोगों को अनावश्यक
सजेशन देने लगते हैं। और इसमें जो हमारी एसएचओ महिला थी, उनकी बदनीयती कोई नहीं थी, केवल उनको ये आभास हुआ कि ये भाई बहन नहीं है और प्रेमी प्रेम का है। लेकिन अगर प्रेमी प्रेम का भी कहीं आ जा रहे हैं तो उनका भी कोई भी रोक नहीं है। पुलिस को इस तरह से उनकी भी काउंसलिंग की जाएगी, उनको भी समझाया गया कि अपने अधिकार क्षेत्र से बाहर जाकर ये काम ना करें, और उनको मेरे कार्यालय की तरफ से चेतावनी जारी की जाएगी। മോറൽ പോലീസിംഗ് എന്നാണ് നമ്മൾ മലയാളികൾ അത് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പറയാറുള്ളത് സദാചാര ഗുണ്ടായിസം എന്നാണ്. പക്ഷേ അവിടെയും ഇംഗ്ലീഷിൽ മോറൽ പോലീസിംഗ് എന്ന് വരുമ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ ഇത് ചേർന്ന് പോവുകയാണ്. ഒരു പോലീസുകാരിയുടെ സദാചാര ഗുണ്ടായിസമാണ് അവിടെ കണ്ടത്. വാടക ചോദിച്ചു, കുക്കർ കൊണ്ട് തലക്കടിച്ചു, എന്നിട്ടോ വീട്ടുടമയെ കൊന്ന സ്യൂട്ട് കേസിലാക്കി ദമ്പതികൾ. ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഡൽഹിയോട് ചേർന്നുള്ള ഗാസിയാബാദിലാണ് സംഭവം. മരിച്ചത് അധ്യാപികയായ ദീപ്ഷിക ശർമ്മയാണ്. 42 വയസ്സായിരുന്നു അവരുടെ പ്രായം. കൊന്നതോ വാടക താമസക്കാരായിട്ടുള്ള അജയ് ഗുപ്തയും ഭാര്യ ആകൃതി ഗുപ്തയും. വാടക കുടിശ്ശിക ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലായിരുന്നു അത്തരത്തിലൊരു ക്രൂര കൊലപാതകം. ഗാസിയാബാദിലെ രാജ്നഗർ എക്സ്റ്റൻഷനിലെ ഓറാച്ചിമേര റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ താമസിക്കുന്ന ആളുകളാണ് കൊല്ലപ്പെട്ട ഈ സ്ത്രീയും ഒപ്പം ഈ 2 പ്രതികളും. റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ദീപ്ഷികയ്ക്കും ഭർത്താവിനും ശരിക്കും 2 ഫ്ലാറ്റുകളുണ്ട്. ആദ്യത്തെ ഫ്ലാറ്റിൽ അവർ താമസിക്കുകയാണ് കുടുംബമായിട്ട്. രണ്ടാമത്തെ ഫ്ലാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നു അജയ് ഗുപ്തയ്ക്കും ഭാര്യയ്ക്കും. കഴിഞ്ഞ 4 മാസമായി ഈ ദമ്പതികൾ വാടക നൽകിയിട്ടിരുന്നില്ല. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റിലെത്തിയത് ഈ ദീപ്ഷിക. വാടകയെ ചൊല്ലി അങ്ങനെ ചെറിയ തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കമുണ്ടായപ്പോൾ തർക്കം അതിരുകടന്നപ്പോൾ പ്രതികളുടെ നിയന്ത്രണം തെറ്റിയെന്നാണ് അവർ പറയുന്നത്. അവർ ഒരു കുക്കർ എടുത്തു, തലക്കടിച്ചു. അധ്യാപിക ഉടൻ തന്നെ നിലത്ത് വീഴുകയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെയും വിട്ടില്ല. ഒരു ഷാൾ എടുത്ത് അല്ലെങ്കിൽ ദുപ്പട്ട എടുത്ത് അവരുടെ കഴുത്തിൽ മുറുക്കി കൊലപാതകം അത് ഉറപ്പാക്കി, മരണം ഉറപ്പാക്കി. ദീപ്ഷികയുടെ വീട്ടുജോലിക്കാരിയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തുന്നത്. അവരുടെ ഇടപെടലാണ് ഇതിൽ പ്രതികളെ കണ്ടെത്താൻ നിർണായകമായത്. തൻ്റെ വീട്ടുടമ യജമാനത്തി കുറേ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ എത്താത്തപ്പോൾ ഈ വീട്ടുജോലിക്കാരിക്ക് അല്പം സംശയം തോന്നുകയാണ്. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു അന്വേഷണം വീട്ടുജോലിക്കാരിയായിട്ടുള്ള മീന ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ പ്രതികൾ താമസിക്കുന്ന ആ ഫ്ലാറ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ ചോരപ്പാടുകൾ കണ്ടു, ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ. മാത്രമല്ല ആ മുറിയിൽ ഒരു വലിയ സൂട്ട് കേസും ഈ മീന എന്ന വീട്ടുജോലിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സംശയം തോന്നിയ മീന ദമ്പതികളെ അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. അങ്ങനെ കൊലപാതക വിവരം പുറത്തേക്ക് വരുന്നു. पूछताछ से पाया गया कि उमेश शर्मा की पत्नी दीपशिखा शर्मा निवासी M105 औराशिमेरा सोसाइटी राजनगर एक्सटेंशन अपने दूसरे फ्लैट पर किराया लेने गई थी। F506 औराशिमेरा सोसाइटी राजनगर एक्सटेंशन, और जब देर रात तक वह नहीं लौटी तो उनकी मेट को शक हुआ और वह उस फ्लैट में गई और उनकी संदिग्धता के आधार पर उस घर की तलाशी ली गई, जहां पर एक लाल बैग में दीपशिखा शर्मा के शव को बरामद किया गया है। उन किराएदारों के नाम अजय गुप्ता व आकृति गुप्ता हैं। दोनों पुलिस हिरासत में हैं। ഈ പ്രതികളുടെ വീട്ടിലെത്തിയ വീട്ടുജോലിക്കാരി മീനയ്ക്ക് ചില അസ്വാഭാവികതകൾ തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവൾ അവിടെ ഇരിക്കുകയാണ്. സാറ് വരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നുള്ളതായിരുന്നു അവളുടെ നിലപാട്. അവൾ ആ വീട്ടിലെ സോഫയിൽ കുത്തിയിരുന്നു. അപ്പോൾ ഈ പ്രതികൾ അല്പം പരിഭ്രമത്തിലായി. കാരണം അവിടെ ഒരു കൊലപാതകം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ആ മൃതദേഹം അവരുടെ വീടിനുള്ളിൽ ഇരിക്കുകയാണ്. ആ വീട്ടുജോലിക്കാരെ അവർ ആക്രമിക്കാൻ മുതിരാത്തത് ഭാഗ്യമെന്നേ പറയാൻ കഴിയും. കാരണം ആ സ്ത്രീ
അപ്പോൾ കൂടുതൽ പ്രകോപിതരായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അതിനും മടിക്കില്ലായിരുന്നു. എന്താണെങ്കിലും ആ വീട്ടുജോലിക്കാരുടെ ഇടപെടൽ അത് ശ്രദ്ധേയമായിരുന്നു. അവൾ പറയും എങ്ങനെയാണ് അവൾ അത് കണ്ടെത്തിയത്. तब मैं अंदर घुसी हूँ तो नीचे देख रही हूँ कई जगह पे थोड़ा बूंद है ब्लड का पहुँचा हुआ भी है। और वैसे मैंने कहा कि ज़रूर कुछ बात हो गया। मैंने कहा यहीं पर ही बैठी रही, फिर उसी सोफ़ा पे बैठी जिस सोफ़ा पे उन्होंने मारा था उनको, वहीं पर ही बैठ गई। मेरे को मैं यहाँ से नहीं लूँगी जब तक नहीं आएंगे सर जी। हाँ सर जी जब तक नहीं आएंगे। जब सर जी आए थे तब जाकर मेरे सांस में सांस आया, तब पूरा घर मैंने टटोला, पूरा घर टटोला। जो अटैची लेकर जा रही थी ना, वो अटैची मैंने कहा कि सर जी ये कोई अटैची लेकर जा रही थी, तो कहने लगे कि कहाँ वो अटैची। कह रहे कि बैग लेकर जा रहा था मैं कि नहीं, अटैची लेकर जा रहे थे। वो अटैची वो पलंग के अंदर दीवान के अंदर डाल कर उसको ऊपर बैठ गए थे, उसी अटैची में थी मैं। बस यही कहानी खत्म। അവളുടെ ഞെട്ടൽ അത് നമുക്ക് പ്രകടമായി കാണാം. അവൾക്ക് ഇപ്പോഴും തൻ്റെ യജമാനത്തി അത്തരത്തിലൊരു സ്യൂട്ട് കേസിൽ മരിച്ചു കിടക്കുന്ന സംഭവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ പ്രതികൾ രണ്ടുപേരെയും ആ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ പോലീസ് വരുന്നതുവരെ തടഞ്ഞു വെച്ചു. അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തതെന്ന്. ആദ്യം ആ ഭർത്താവ് പറയുന്നുണ്ട് ഞാനാണ് ചെയ്തതെന്ന്. അപ്പോൾ ഭാര്യ ഏറ്റുപിടിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് കുറ്റം ഏറ്റെടുക്കേണ്ട, ഞാനും കൂടെ ചെയ്തുവെന്ന്. എന്തൊരു ചേർച്ചയാണെന്ന് നോക്കുക, ക്രൈം ചെയ്ത കാര്യത്തിൽ പോലും. എന്താണെങ്കിലും തങ്ങൾക്ക് നേരെ കൈ പൊക്കിയപ്പോൾ അത് ചെയ്തു എന്നാണ് അവരുടെ മൊഴി. निकलना बढ़ना हमारा बिल्कुल मुश्किल कर दिया था। कब की बात है, कब आए थे ये आपके फ्लैट में? आज शाम को। और मारा कैसे आपने? ये हमने गला घोटा चुन्नी। मैं एक्सेप्ट कर रहा हूँ कि मैंने किया, इसकी गलती नहीं है, मैंने किया। साथ थी नहीं, हम साथ थे, कोई आप अपने पे मत लो, हमने साथ थे, साथ किया है। बस ये है कि मैं अभी ये नहीं चाहता कि कोई इस पे हाथ उठाए, मेरे हाथ उठाए, मैं पुलिस में जाऊंगा। उन्होंने मेरे को बहुत ज्यादा टॉर्चर किया सर, यार हाथ सब काट दिए। इस फ्लैट में रहती हैं, इस फ्लैट की ओनर थी लेडी, उसको मार दिया उन्होंने, बैग में पैक कर दिया। ആദ്യം ഈ ദമ്പതികളുടെ ഫ്ലാറ്റിലെത്തി കാര്യങ്ങൾ തിരക്കിയിരുന്നു ഈ ജോലിക്കാരി മീന. അപ്പോൾ അവൾക്കൊരു അസ്വാഭാവികത തോന്നി. അവൾ എന്ത് ചെയ്തു? അവൾ വീണ്ടും തിരികെ പോയി. സംശയം തോന്നി ഈ വീട്ടുജോലിക്കാരി ആ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെയാണ് അധ്യാപിക ആ ദമ്പതികളുടെ ഫ്ലാറ്റിലേക്കാണ് ഏറ്റവും ഒടുവിൽ പോയതെന്നും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നും മീന ഉറപ്പിച്ചത്. ഈ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. അങ്ങനെ അവർ വീണ്ടും ഫ്ലാറ്റിലെത്തി കുത്തിയിരിക്കുകയായിരുന്നു. മൃതദേഹം സ്യൂട്ട് കേസിലാക്കി പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ആ രണ്ട് ക്രിമിനൽ ദമ്പതികൾ. അപ്പോൾ ഓട്ടോയിൽ കയറി പോകാനൊരുങ്ങവേ വീട്ടുജോലിക്കാരി ഇരുവരെയും തടഞ്ഞു വെച്ചു. അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു ഒരു വീട്ടുജോലിക്കാരിയുടെ മികവിൽ. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ അവസാനിക്കുന്നില്ല. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഉത്തർപ്രദേശിൽ ഒരു അരും കൊല നടന്നു. അവിടെ അച്ഛനെയും അമ്മയെയും കൊന്നു, വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ചാക്കിൽ കയറ്റി നദിയിൽ ഒഴുക്കിക്കളഞ്ഞു ഒരു യുവാവ്. അവിടെ നടന്നത്, ജോൺപൂരിൽ നടന്നത് അരും കൊല.
ഉത്തർപ്രദേശിലെ ജോൺപൂരിൽ അവിടെ അഹമ്മദ്പൂർ എന്നൊരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ കൊടിയ സംഭവം. ജാഫ്രാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വീട്. ഡിസംബർ 8-ാം തീയതി രാത്രി, ആ രാത്രിയിലായിരുന്നു ആ കൊടും ക്രൂരത. പ്രതിയുടെ പേര് അംബേഷ്. വീട്ടിൽ അവനെ റിങ്കു എന്നാണ് വിളിക്കുക. 37 വയസ്സുകാരനാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. 61കാരനാണ് പിതാവ് ശ്യാം ബഹാദൂർ, അമ്മ 58 വയസ്സുള്ള ബബിതയിൽ. രാത്രി വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് ഈ അംബേഷ് ചെയ്തതെന്നോ? ഈ സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചമരുന്നും എല്ലാം അരച്ചെടുക്കുന്ന ഒരു ചെറിയ അമ്മയുണ്ട് ആ വീട്ടിൽ. അതുകൊണ്ട് ആദ്യം അമ്മയുടെ തലക്കടിച്ചു. അപ്പോൾ അച്ഛൻ ഓടി വന്നു. അച്ഛൻ വന്ന് തടുക്കാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ്റെ തലയ്ക്കും അദ്ദേഹം കല്ലുകൊണ്ടടിച്ചു. പിന്നീട് കയറ് കഴുത്തിൽ മുറുക്കി അച്ഛനെ ക്രൂരമായി കൊന്നു. അതിനുശേഷമായിരുന്നു അതിലേറെ ക്രൂരത. അച്ഛൻ്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ 3 കഷ്ണങ്ങൾ വീതമാക്കി മാറ്റി. വലിയ ഭാഗങ്ങൾ അറക്കവാളുകൊണ്ട് മുറിച്ച് ചെറുതാക്കി, എല്ലാം ചാക്കുകളാക്കി. ഏറ്റവും ഒടുവിൽ ഗോംതി എന്ന നദിയിൽ പോയി എറിയുകയാണ് അയാൾ ചെയ്തത്. 2 ശരീരങ്ങൾ 6 ചാക്കുകളിലാക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഈ അംബേഷ്. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. പോലീസിലെ SP പറയുന്നതനുസരിച്ച് റെയിൽവേയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഈ മരിച്ച ശ്യാം ബഹാദൂർ, അംബേഷിന്റെ അച്ഛൻ. ഇനി ഈ അച്ഛനെയും അമ്മയും കുറച്ച് ദിവസമായി കാണാതാകുന്ന ഒരു സാഹചര്യം വന്നല്ലോ. അപ്പോൾ സഹോദരി അർച്ചന മാതാപിതാക്കളെ കാണാത്തതിൽ അന്വേഷണം തുടങ്ങുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് വീട്ടിലൊരു തർക്കമുണ്ടായി, അപ്പോൾ അവർ വഴക്കിട്ട് വീട് വിട്ടിറങ്ങി എന്നുള്ളതാണ്. അതായത് യാതൊരു തരത്തിലുള്ള സംശയവും തനിക്കെതിരെ തോന്നാതിരിക്കാനുള്ള ഒരു നാടകമായിരുന്നു അംബേഷിൻ്റെത്. പോലീസിൽ പരാതി നൽകാൻ സഹോദരി ഉറച്ച തീരുമാനമെടുത്തു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി പ്രശ്നം പാളാൻ പോവുകയാണെന്ന്. ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിക്കളഞ്ഞു. മാതാപിതാക്കളെയും സഹോദരനെയും കാണാതായി എന്നുള്ള പരാതിയുമായി അർച്ചന വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. അതായത് ഡിസംബർ 13-ാം തീയതി അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. അച്ഛനെയും അമ്മയും കാണാതായി, ഒപ്പം സഹോദരനെയും കാണാതായി എന്നുള്ള 3 തിരോധാന കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ കേസ് രജിസ്റ്റർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞതും അയാൾ തിരികെ ഫോൺ വിളിക്കുകയാണ് സഹോദരിയെ. എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞു. ഞാനാണത് ചെയ്തത്, ഞാൻ അച്ഛനെയും അമ്മയും കൊന്നുവെന്ന്. അവിശ്വസനീയമായിരുന്നു അർച്ചനയ്ക്ക് ആ കേട്ടതത്രയും. പക്ഷേ അവൾ പോലീസിനെ സമീപിച്ചു, എല്ലാം അറിയിച്ചു. റിങ്കു എന്ന അംബേഷ് അങ്ങനെ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായിരുന്നു തർക്കം? സാമ്പത്തികമായിരുന്നു തർക്ക വിഷയം. അമ്മയുമായുള്ള തർക്കത്തിൽ തുടക്കം. നിയന്ത്രണം വിട്ട അംബേഷ് കയ്യിൽ കിട്ടിയ അമ്മ കൊണ്ട് അമ്മയുടെ തലക്കടിച്ചു. അച്ഛൻ പോലീസിനെ അപ്പോൾ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ദേഷ്യം കൂടി. അങ്ങനെ 2ാമത്തെ കൊല. ഉറക്കെ നിലവിളിച്ചു അടിയേറ്റ അച്ഛൻ. അപ്പോൾ വീണ്ടും അടിച്ചു. ശബ്ദം നിലയ്ക്കാതെ വന്നപ്പോൾ ഒരു കയറ് കൊണ്ട് കഴുത്തിൽ മുറുക്കി. അങ്ങനെയാണ് ആ അച്ഛൻ്റെ ശബ്ദം നിലച്ചത്. പിന്നീട് വീടിൻ്റെ ബേസ്മെന്റിൽ നിന്ന് വാള് പോലുള്ള ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ആ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി നുറുക്കി ചാക്കുകളിൽ കയറ്റി കാറിൻ്റെ ഡിക്കിയിലാക്കി. വീട്ടിലെ ചോരപ്പാടെല്ലാം കഴുകി വൃത്തിയാക്കി. പിറ്റേന്ന് വൈകിട്ട് 4 മണി വരെ ഇദ്ദേഹം വെയിറ്റ് ചെയ്തു. എന്നിട്ട് 4-നും 5-നും ഇടയ്ക്ക് ഈ ഗോംതി നദിയിൽ ചാക്കുകൾ തള്ളി. കാറിന്റെ ഡിക്കി സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകി. എന്നിട്ട് തിരികെ വീട്ടിൽ കയറിയപ്പോഴാണ് അമ്മയുടെ മുറിച്ചു മാറ്റിയ ഒരു കാല് വീടിനുള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുമായി മറ്റൊരു ചാക്കിലായി ജലാൽപൂരിലെ പാലത്തിൽ കയറി നിന്ന സായ് നദിയിലേക്ക് എറിഞ്ഞ് തന്റെ കൃത്യം നിർവഹിച്ചു. വീടിന്റെ 2-ാം നിലയിൽ മണലിട്ട് മൂടി ഒളിപ്പിച്ച് വെച്ചിരുന്നു കൊലക്കുപയോഗിച്ച ആയുധങ്ങളും മാതാപിതാക്കളുടെ ഫോണുകളും. അങ്ങനെ അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു അരുംകൊല. അതും ആ മാതാപിതാക്കളുടെ മരണം സ്വന്തം മകനിൽ നിന്ന്. നിഗൂഢതകളുടെ ഈ 20-ാം മണിക്കൂർ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. 20th hour 20-ാം മണിക്കൂർ. നമസ്കാരം.